ഒരുപാട് സുഹൃത്തുക്കൾ പലപ്പോഴായി പല രീതിയിൽ എന്നോട് ഉന്നയിച്ചിട്ടുള്ളൊരു സംശയത്തിനുള്ള മറുപടിയാണ് ഈ വീഡിയോ. കഴിഞ്ഞ ആഴ്ച ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ജഡ്ജ്മെൻറ്റും ഉണ്ടായിട്ടുണ്ട്. ചോദ്യം വേറൊന്നുമല്ല, ഈ ഹിന്ദു നിയമപ്രകാരം അല്ലെങ്കിൽ ഹിന്ദു മതത്തിൽപ്പെട്ട ഒരാൾ മരണപ്പെട്ടാൽ അയാൾ വിൽപ്പത്രമൊന്നും എഴുതിയിട്ടില്ലെങ്കിൽ അയാളുടെ സ്വത്തിൻ്റെ നിയമപരമായിട്ടുള്ള അവകാശി ആരാണെന്നാണ്. അപ്പം അങ്ങനെ ചോദിക്കുമ്പോൾ ഈ ഹിന്ദു ആരാണ് എന്ന് പറയേണ്ടി വരും. 1956 ഹിന്ദു സക്സഷൻ ആക്റ്റിൽ ഹിന്ദു എന്താണെന്ന് പറയുന്നുണ്ട്. അത് വായിച്ചു കഴിഞ്ഞാൽ ബഹുരസമാണ്. ക്രിസ്ത്യനോ മുസ്ലിമോ പാഴ്സിയോ ജൂതനോ അല്ലാത്ത ബാക്കി എല്ലാവരും, ഏറെക്കുറെ എല്ലാവരും ഈ ഹിന്ദു മതത്തിലാണ്. അതിൽ ബുദ്ധമതമുണ്ട്, ജൈനമതമുണ്ട്. അപ്പോൾ ഈ സക്സഷൻ ആക്ട് അനുസരിച്ച് ഒരാൾ ഹിന്ദു ആയിട്ടുള്ള ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ സ്വത്ത് പ്രൈമറിലി പോകുന്നത് ക്ലാസ് 1, ക്ലാസ് 2 കാറ്റഗറിയിലേക്കാണ്. ഈ ക്ലാസ് 1 എന്ന് പറയുന്നത് അയാളുടെ ഭാര്യ, അതായത് വിധവ, ആൺമക്കൾ, പെൺമക്കൾ, അതേപോലെ അഡോപ്റ്റ് ചെയ്ത കുട്ടികളുണ്ടെങ്കിൽ അവർ, അതുപോലെ തന്നെ മക്കളിൽ ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് കുട്ടികളുണ്ടെങ്കിൽ അവർ, അതിൻ്റെ ഭാര്യയോ ഭർത്താവോ, ഇങ്ങനെയാണ് ഈ ക്ലാസ് 1 കാറ്റഗറി എന്ന് പറയുന്നത്. ക്ലാസ് 2 എന്ന് പറയുന്നത് ഈ ക്ലാസ് 1 ആരും ഇല്ലാന്നുണ്ടെങ്കിൽ ക്ലാസ് 2, അതായത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ, അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ, അവരിലേക്കാണ് ഈ ക്ലാസ് 2 പോകുന്നത്. ഈ മരിച്ചുപോയ ആൾ അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിനോ പ്രോപ്പർട്ടിക്കോ എവിടെയെങ്കിലും നോമിനിനെ വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊന്നും ലീഗൽ ഹെയർ അല്ല. ലീഗൽ ഹെയറിനെ ഫിക്സ് ചെയ്യുന്നതും ഡിറ്റർമിൻ ചെയ്യുന്നതും ഈ സക്സഷൻ ആക്ട് പ്രകാരമാണ്. അങ്ങനെ ഇരിക്കെ 174 ലോ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നു. അതിൻ്റെ വെളിച്ചത്തിൽ ഈ സക്സഷൻ ആക്ട് പാർലമെൻറ്റ് 2004 ഡിസംബർ 20 ഒന്ന് അമെൻഡ് ചെയ്തു. ഈ അമെൻമെൻറ്റ് 2005 ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വരികയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പൂർവിക സ്വത്തിൽ ആൺമക്കൾക്കും പെൺമക്കൾക്കും ഈക്വൽ റൈറ്റാണ്. മുൻപ് സ്ത്രീധനം കൊടുത്താണ് നിങ്ങളെ കല്യാണം കഴിച്ചയച്ചതെന്ന് പറഞ്ഞിട്ട് ഈ മിതാക്ഷരി ലോയിലൊക്കെ ഇവർക്ക് മെയിൻ്റനൻസിനുള്ള റൈറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ച വന്ന കേരള ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൻ്റെ ജഡ്ജ്മെൻറ്റിൽ കുറച്ചുകൂടി ക്ലാരിറ്റി വന്നിട്ടുണ്ട്. അതായത് ഹൈക്കോടതി പറയുന്നത് കേരള ജോയിൻറ്റ് ഹിന്ദു ഫാമിലി അബോളിഷൻ ആക്ട് 1975 കേരളത്തിൽ നിലവിലുള്ള നിയമമാണ്. ഇത് പുതിയ സക്സഷൻ അമെൻമെൻറ്റിന് കോൺഫ്ലിക്റ്റ് ചെയ്യുന്നു എന്നാണ്. ഹൈക്കോടതി ഫൈനലി ഇത് കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: 2004 ഡിസംബർ 20 ശേഷം മരിച്ചുപോയ പിതാവിൻ്റെ പെൺമക്കൾക്ക് ഈക്വൽ റൈറ്റ്. മനസ്സിലായോ? താങ്ക് യു.